ഇത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കണം. ഞാൻ പറയുന്നത് വിശ്വസിക്കണം പ്ലീസ് പ്രീതി. ശാലിനി പടിയിറങ്ങ. ഒരു കുറ്റവാളിയായി, അത് ചെയ്യാത്ത തെറ്റിന്. യാത്ര പറയുന്നില്ല പ്രീതി. നിന്നോട് യാത്ര പറയാൻ എനിക്കാവില്ല. തിരിച്ചു വരാൻ വേണ്ടി ശാലിനി പടിയിറങ്ങുന്ന. അഗ്നിശുദ്ധിയോടെ ശാലിനി തിരിച്ചു വരും. പൂർണ്ണ ആരോഗ്യവതിയെ എഴുന്നേറ്റിരിക്കുന്ന നിന്റെ കയ്യിലേക്ക് മിടുക്കിയായ പാറക്കുട്ടിയെ ഞാൻ ഏൽപ്പിക്കും. സുസ്മിത, എന്താ ആന്റി? സുസ്മിത മോള്, അവള് മോളെ കൊണ്ടുപോകാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഓ, അതാണോ കാര്യം? ആ നടിച്ചീറിനെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് എന്താണാവോ കാര്യം? മോളെ കൊണ്ട് എങ്ങോട്ടാ? എന്നോട് ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞത്? നിന്നോടേ പോവാൻ പറഞ്ഞിട്ടുള്ളൂ, മോളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജീവിക്കുന്നിടത്തായിരിക്കും എന്റെ മോളും ജീവിക്കുന്നത്. നിന്റെ മോളോ? ഇതേ പ്രീതി പ്രസവിച്ച കുഞ്ഞാ. മോളെ അവളുടെ അച്ഛൻ എനിക്ക് ദത്ത് നൽകിയത് മറന്നുപോയോ നീ? സ്വന്തം അച്ഛനും അമ്മയായ അർജുനെയും പ്രീതിയെയും കാൾ കുഞ്ഞിന്റെ മേലുള്ള അവകാശം ഇനി ഇവർക്കായിരിക്കും. ഒരവകാശ തർക്കം വന്നാലും കോടതി ഇവർക്ക് അനുകൂലമായ വിധിക്കും. അപ്പോ ഞാനും? ഞാൻ പറഞ്ഞല്ലോ, മറ്റാരേക്കാളും അവകാശം. അതൊരു അലങ്കാരത്തിന് വേണ്ടിയുള്ള ചടങ്ങായിരുന്നില്ല. നിയമപ്രകാരം രേഖയാക്കിയിട്ടുണ്ട്. സംശയമുള്ളവർക്ക് കോടതിയിൽ പോവാം, അർജുനേട്ടനടക്കം. പക്ഷെ കോടതിയും എനിക്ക് അനുകൂലമായ വിധിക്കൂ. പിന്നെ ചോദിക്കാൻ അവകാശമുള്ള ഒരാളുണ്ട്, ഇവളുടെ ഇപ്പോഴത്തെ അച്ഛൻ. മോളെ ഞാൻ നോക്കണ്ടെന്ന് അദ്ദേഹം പറയില്ലെന്ന എന്റെ വിശ്വാസം. ആന്റി, അവള് മോളെ വെച്ച് കളിച്ച് സെന്റിമെന്റ്സ് ഉണ്ടാക്കി ഇവിടെ കടിച്ചു തൂങ്ങാനുള്ള പ്ലാനാണ്.
നമ്മുടെ പ്രീതിയുടെ കുഞ്ഞിനെ കൂടെ തെരുവിലേക്ക് ഇറക്കിടാൻ പോവാണോ നീ? ഇപ്പോഴേ ശാലിനിയല്ല, നീയാ ഈ കുടുംബം തകർക്കുന്നത്. ഇത് കുഴപ്പമാണല്ലോ. മോളെ കൊണ്ടുപോവാന്നുണ്ടെങ്കിൽ അവളെ ഇറക്കി വിടണ്ട ഭാമാൻറ്റി. ഇത്രയും നാൾ ഇവിടെ താമസിച്ചതല്ലേ, ഇനി ഇവിടെ താമസിച്ചാലും കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അവളുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പുകൾക്കെതിരെ നമുക്കൊരു കരുതലുണ്ടായാൽ മതി. പിന്നെ ഒരു കുഴപ്പമുള്ളൂ, ആന്റിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലാണെന്ന് പറഞ്ഞ് നാട്ടുകാർ ചിരിക്കും. സ്വന്തം മകളുടെ കുഞ്ഞിനോടുള്ള സെന്റിമെന്റ്സിൽ തീരുമാനം മാറ്റുന്നവൾ ആ സത്യഭാമയെന്നും പറഞ്ഞിരിക്കും. എന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വജ്രായുധമാണ് ഈ കുഞ്ഞെന്ന് ശാലിനിക്ക് മനസ്സിലാവും. പിന്നെ ഭാമാന്റിയല്ല, ശാലിനിയായിരിക്കും ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പോട്ടേന്ന് വെക്കാം അല്ലേ ആന്റി? ഭാമേ, അവളെന്താ പറയുന്നേ? ദേ, നീ അവളുടെ വലയെ വീഴരുത്. നീ എന്തെങ്കിലും പറ, ശാലിനോട് പോണ്ടെന്ന് പറ. ഭാമേ, നമ്മുടെ പ്രീതിയുടെ കുഞ്ഞിനെ ഓർത്ത് നീ അങ്ങനെ പറ. രാഘവേട്ട, കുഞ്ഞിനെ വെച്ച് വിലപേശിയൊന്നും സത്യഭാമയുടെ മനസ്സ് മാറ്റാനാവില്ല. ഭാമേ, നീ എന്റെ മനസ്സിലെ തീരുമാനം തന്നെയാ വിഷ്ണു പറഞ്ഞത്. അത് മാറണമെങ്കില് സത്യഭാമ മരിക്കണം. മണ്ടി ഞാനിട്ട ചൂണ്ടയിൽ കറക്റ്റായിട്ട് കൊത്തി. ശാലിനിക്ക് പോകാം. ഇവൾക്ക് അവകാശപ്പെട്ട ഒരു മൊട്ടുസൂചി പോലും ഇവിടെ ആരും പിടിച്ചു വെക്കില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ഭാമാൻറ്റി. അതെ, ആ ബാഗിങ് തന്നെ. എന്തിന്? നിന്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നേരം ഒരു ചെറിയ ബാഗിലുണ്ടായിരുന്നത് 10-20 പവനാ. നീ ഈ ബാഗിൽ എന്തൊക്കെയാ കടത്തിക്കൊണ്ടു പോകുന്നതെന്ന് അറിയണമല്ലോ. ചെക്ക് ചെയ്തിട്ടേ വിടാൻ പറ്റൂ. സംശയം ഉണ്ടെങ്കിൽ നോക്ക്. അതിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരടുക്ക് തെറ്റിയ നിന്റെ വായിലെ പല്ലിന്റെ നേരെയും തെറ്റും. ഭാമേ, എന്തൊക്കെയാ ഇത്? സിബിഡി
കിട്ടിയോ നീ തിരഞ്ഞ മുത്തും പഴമൊക്കെ? നിന്റെ ഡ്രസ്സും സർട്ടിഫിക്കറ്റും മോളുടെ പാൽക്കുപ്പി അതൊക്കെ തന്നെ ഉള്ളൂ. അതേ ഉള്ളൂ. പരിശോധിച്ചത് നന്നായി. നാളെ മറ്റാർക്കും സംശയം തോന്നരുതല്ലോ. ഞാൻ ഇറങ്ങാം. മോനെ എഴുന്നേക്കോളെ. മോളെ മോളെ തന്നെ മുത്തേ എന്നെ വിട്ട് പോവാണോ? ഈ മുത്തശ്ശനെ വിട്ട് പോവാണോ? അങ്ങനെ പോകാൻ പറ്റുമോ എന്റെ പാറൂട്ടിക്ക്? മോളെ വെച്ച് വിലപേശിയതല്ല. പാറു ഇപ്പൊ എന്റെ പ്രാണന്റെ ഒരു ഭാഗമാ. അതിവിടെ പറിച്ചു വെച്ചിട്ട് പോകാൻ വയ്യ. പിള്ളച്ചേട്ടാ, എന്റെ പൊന്നു കുഞ്ഞ്, പൊന്നി മോളെ 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 മോനെ ഇങ്ങനെ പറയടാ. നദിയോടൊന്നും ദൂരം അലയാഴിയെ പുൽകവേ ജീവന്റെ പൊൻവീണയേതേതോ മൗനം തിരഞ്ഞെന്തിനോ മോഹങ്ങൾ മൂളുന്ന രാഗങ്ങൾ മുറിയും
ശാലിനി നിക്ക്. സംസാരിക്കുന്നത് വിഷ്ണുവാ, ആ നിൽക്കുന്ന ശാലിനിയുടെ ഭർത്താവ്. ആ നിൽക്കുന്നവളെന്റെ ഭാര്യ. അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ്. സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എല്ലാം അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാതെ തന്നെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. പട്ടടയോളം ആ കൊടുത്ത വാക്കെനിക്ക് പാലിച്ചേ പറ്റൂ. അഗ്നിസാക്ഷിയായി താലി കെട്ടിയ പെണ്ണിനോടുള്ള കടപ്പാട് അല്ലടാ. കൊള്ളാം കൊള്ളാവിടാ, കൊള്ളാം. സത്യഭാമയുടെ തണലിൽ താമസിക്കുമ്പോ മാതൃകാ ഭർത്താവും ആദർശ പുരുഷനും ഒക്കെ ആകാൻ എളുപ്പമാണ് നിനക്ക്. ഉണ്ണാനും ഉടുക്കാനും മാത്രമല്ല, ആർഭാടത്തിനുള്ളതും കൂടി തരും ഈ സത്യഭാമ. പക്ഷെ പുറത്തെ ലോകം എന്താണെന്ന് എന്റെ മോൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്യഭാമയുടെ മകനെന്ന നിലയില്ല ആളും അർത്ഥവുമായി നീ നെഞ്ചു വിരിച്ച് നടന്നിരുന്നത്. ഈ സത്യഭാമ എന്നുള്ളൊരു ലേബൽ നെറ്റിന്നെടുത്ത് മാറ്റിയാലുണ്ടല്ലോ, സ്വന്തമായിട്ട് എന്താണ് നിനക്കുള്ളത്? 4 ക്ലാസ് പഠിച്ചിട്ടുണ്ടോ നീ? ഭാമേ, നീ എന്തൊക്കെയാ പറയുന്നേ? പറയട്ടെ അച്ഛാ, പറയട്ടെ. സത്യഭാമ എന്നുള്ളൊരു ലേബല് മതിയായിരുന്നു ഇന്നലെ വരെ വിഷ്ണുവിന്. ഈ നിൽക്കുന്ന അമ്മയായിരുന്നു ദൈവം. ഇതുപോലെ ആ ദൈവം ചതിക്കുമെന്നോ തള്ളി പറയുമെന്നോ ഒരു മുഹൂർത്തം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അമ്മയ്ക്ക് വേണ്ടി ചാവേറായിട്ട് ഇറങ്ങിയപ്പോ പഠിക്കാനും മറന്നു. പക്ഷെ ഏറ്റവും വലിയ പാഠമാണല്ലോ അമ്മ ഇപ്പൊ എനിക്ക് പഠിപ്പിച്ചു തന്ന്. ചെറിയൊരു വാക്ക് തെറ്റിയ പെറ്റ മക്കളെ പോലും തള്ളി പറയുന്നു. അമ്മ പറഞ്ഞല്ലോ, സത്യാമ്മയുടെ വീട്ടിൽ ഉണ്ണാനും ഒടുക്കാനും പഞ്ഞുമില്ലെന്ന്. എന്റെ ഭാര്യയ്ക്കിന് ഊണും ഉടുപ്പൊന്നും വേണ്ടമ്മേ. അവൾക്ക് വേണ്ടാത്തതൊന്നും എനിക്കും വേണ്ട, ഞങ്ങളുടെ മോൾക്കും. എടാ, നീ ഒരു പഴമൊഴി കേട്ടിട്ടുണ്ടോ? ഞാനും മുതലച്ചാരും കൂടി ആടിനെ വിഴുങ്ങിയെന്ന് മുതലയുടെ തലയിലിരുന്ന് തവള വീമ്പു പറഞ്ഞ കഥ. സത്യഭാമയില്ലെങ്കിലേ ആ തവളയുടെ അത്രയുള്ളടാ നീ. മനസ്സിലായോ? നീ പുറത്തിറങ്ങുമ്പോഴേ ആൾക്കാര് ബഹുമാനത്തോടെ വഴി ഒഴിഞ്ഞു തരുന്നുണ്ടെങ്കിലേ അത് നിന്റെ ഈ മസില് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല. ഈ എന്നോട് സത്യഭാമയോടുള്ള ആദരവ് കൊണ്ടാ. ഉണ്ണാനങ്ങോട്ട് കൈ കഴുകി വന്നിരുന്നാലേ മേശപ്പുറത്ത് തനിയെ നിറക്കുന്നതല്ലടാ ഭക്ഷണം. അതിനെ
അധ്വാനിക്കണം, ശരീരം വിയർക്കണം. അയ്യോ, എന്റെ മോന് ശീലമില്ലാത്തതല്ലേ ഇതൊക്കെ. ഞാനൊന്ന് വിയർത്തു നോക്കട്ടമ്മ. എടാ, ഈ സത്യഭാമയുടെ പേര് പറഞ്ഞ എവിടെയും വീടും ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് കിട്ടും നിനക്ക്. കൊറേ കാലമേ അങ്ങനെ ജീവിക്കാൻ നിനക്ക്. ആ സൗജന്യം എനിക്കിനി ആവശ്യമില്ല. ഈ നിമിഷം നമ്മൾ വേർപിരിയ. സത്യഭാമയും വിഷ്ണു ഇനി ഒന്നല്ല, രണ്ട്.